എൻ്റെ ആ കടയുടെ മുതലാളിൻ്റെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ എഡിറ്റിംഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാമറ ഞാൻ ആ ക്യാമറയിൽ കൂടെ റെക്കോർഡ് എടുത്ത വീഡിയോ ഒന്ന് കാണട്ടെ. ആ മുതലാളിയാണ് ഇതിൻ്റെ അവിടെ വന്നിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വിടുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് കാണേ. ഇതാണ് 50 ലക്ഷം റുപ്യ ഞാൻ ആ ബോംബെയിൽ ഇപ്പോൾ ഇളനീ കച്ചവടം ചെയ്യണ റൂമുണ്ടല്ലോ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണതും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ. എൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ വിട്ടീന്. അതിൻ്റെ മുതലാളി ഇന്നലെ അവിടെ വന്നിട്ട് കടയിൽ കാറേറ്റ് വന്നിട്ട് ഞാൻ എത്ര ആൾക്കാർ കണ്ടെന്നറിയില്ല. പക്ഷേ ഇതാണ് സംഭവം. ഞാൻ ഓനിങ്ങനെ 50,000 1 ലക്ഷം, ഓനക്ക് ഓൻ്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ല, ഓനക്ക് സുഖമില്ല പലതും പറഞ്ഞിട്ട് അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം അങ്ങനെ ഒറ്റയടിക്കല്ല. ഒരു 50,000 1 ലക്ഷം, പിന്നെ 50,000 മേടിക്കും, പിന്നെ 1 ലക്ഷം മേടിക്കും, പിന്നെ 25,000 മേടിക്കും, പിന്നെ 1 ലക്ഷം. ഇങ്ങനെ ഞാൻ പൈസ കണ്ടിടത്തുനിന്ന് വാങ്ങി കൊടുത്തിട്ട് കാരണം ഇവനാച്ചാൽ കിട്ടിയല്ലാതെ ഇവൻ പോവില്ല. എനിക്കാച്ചാൽ അത് കട വേറെ സ്ഥലം ബോംബെയിൽ കിട്ടാനുമില്ല. കാരണം ബോംബെയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും നല്ലൊരു സ്ഥലം കിട്ടൂല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പണി കഴിഞ്ഞ് വന്നാലേ നമ്മളെ വണ്ടി കൊടുത്ത് നിർത്തണം. അത് നിർത്തി കഴിഞ്ഞാൽ ഇതേമാതിരി ഇവിടെ വന്നിട്ട് റൂമിൽ വന്ന് കിടന്നോ, ഇതേമാതിരി റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബോംബെയിൽ നമ്മളെ നാട്ടിലെ പോലെ വണ്ടി എവിടെയെങ്കിലും കൊടുത്ത് നിർത്തണമെന്നും പറ്റൂല. അവസാനം ഞാൻ പിന്നെ 10-16 കൊല്ലമായി എൻ്റെ പൈസ ഒക്കെ ഓൻ്റെ കയ്യിലാണ് വിട്ടെടുക്കണേ. എന്നാൽ ഓനക്കച്ച് എന്നെ ഒഴിവാക്കാനും പറ്റുന്നില്ല, എന്ന് എനിക്കച്ചു അവിടുന്ന് ഒഴിവാക്കാനും പറ്റുന്നില്ല. കാരണം അങ്ങനെ വിടാതെ ചോദിച്ചിരുന്നു. എല്ലാവർക്കും അറിയാം, ഇവിടെ യാവക്കാക്കും അലിക്കാക്കും കാലിത്ത്ക്കാക്കും സാബുബായിക്കും സംസുക്കാക്കും എല്ലാവർക്കും അറിയാം. കാരണം ഇങ്ങനെയുള്ള സംഭവം അവസാനം ഞാൻ കൊടുത്തിട്ട് അവസാനം വലിയൊരു എമൗണ്ട് ആയപ്പോൾ പിന്നെ ഓനക്ക് വീണ്ടും ഒരു 6-7 ലക്ഷം റുപ്യ വേണം. അവസാനം ഞാൻ പറഞ്ഞ എനിക്ക് കട വിറ്റെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം ഓൻ്റെ കടക്ക് 50 ലക്ഷം ഉറപ്പോളം വില ഉണ്ട്. ആരാണ് ഈ 50 ലക്ഷത്തിനൊക്കെ എടുക്കുക? അതിനുള്ള നമ്മളുണ്ട് ഇവിടെ വലിയ പണം സമ്പാദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ആർക്കാച്ചോ കൊടുത്തിട്ട് എൻ്റെ പൈസ എന്നാണ്. ഓൻ പറഞ്ഞത് പറ്റൂല, ഇജ്ജന്നെ എടുക്കണം, ഇത്രയും കൊല്ലമായിട്ട് ഇജ്ജിൻ്റെ കട നടത്തണമാണ്, ഇജ്ജന്നെ എടുക്കണം, എനിക്ക് ഞാൻ 50 ലക്ഷത്തിന് വിറ്റെന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ പൈസ 6-7 ലക്ഷം ഉറപ്പ് അവൻ്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. ഓൻ പറഞ്ഞെന്നാൽ ആ പൈസ എനിക്ക് തരൂലാന്ന്. പിന്നെ എന്താ ചെയ്യുക? അവസാനം എൻ്റെ ഭാര്യയുടെ ആങ്ങള മൂത്ത അളിയുണ്ട് ജമാലി എൻ്റെ കൂടെ കുറച്ച് മാസം ഉണ്ടായിരുന്നു. മൂപ്പര് അനുജി എങ്ങനെയും എടുത്ത് എന്നിട്ട് കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ചെയ്തിരിക്കുവാറ്. അങ്ങനെ ഓൻ പറഞ്ഞ് എനിക്ക് 50 ലക്ഷം കിട്ടും. ഞാൻ പറഞ്ഞ് ലാസ്റ്റ് 45 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ച്. ആ 45 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം വക്കീൽ 3000 എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലത്? അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വലിയ പൈസ ഒന്നും തരാൻ പറ്റൂല, എന്നിട്ട് എൻ്റെ പേരിലേക്ക് കട ആക്കിയതാണ് ഇപ്പോൾ. ഇത് മുതലാളിയാണ് കേട്ടില്ലേ. ഇതിപ്പോൾ ഞാനും ഇതൊക്കെ വിറ്റെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ആണ് അത്. ഇത് ഓൻ്റെ മുതലാളിൻ്റെ ഫോട്ടോ ആണ്. അങ്ങനെ പൈസ കെട്ടി 50 ലക്ഷം റുപ്യ ഇതിൽ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ 45 ലക്ഷം ഞാൻ കാണിച്ചു തരാട്ടെ, ഒരു മിനിറ്റ്. ഇതാ സംഭവം കണ്ടില്ല, 45 ലക്ഷം. ഇതിലത് 45 ലക്ഷത്തിനാണ് ഇപ്പോൾ ഈ കട. ആ കട ഞാൻ 120 സ്ക്വയർ ഫീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓനോട് പറയണമെന്താ വെച്ചാൽ 6 മാസം കൂടുമ്പോൾ 5 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞിട്ട് ഓരോ മാസത്തിൽ അങ്ങനെ മൊത്തം 45 ലക്ഷം റുപ്യ കൊടുക്കാന്നുള്ള കരാറാണ്. അങ്ങനെ ഞാൻ 18 ലക്ഷം റുപ്യ ഇതൊക്കെ ഉണ്ട്. ഓൻ്റെ ഭാര്യ ഞാൻ ഓൻ്റെ എല്ലാം ഉണ്ട്. കട വിലക്കെടുത്ത ഇതൊക്കെ ആൾക്കാരെ പിടിച്ചതും. അവസാനം എന്താ നിങ്ങളോടൊക്കെ പറയാം. അവസാനം ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ 10-18 ലക്ഷം ഉറപ്പോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം കെടുക്കുന്നുണ്ട്. കാരണം അത് ഓൻ്റെ ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ ഇനി ഇതിൽ കുറേ ആൾക്കാർ ഒപ്പിടാണ്ട്. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നം അവിടെ കണ്ടപ്പോൾ ഞാൻ 10-18 ലക്ഷം ഉറപ്പ് കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ആ പൈസയുടെ തിരിച്ചെന്നാളെ ആർക്കാച്ചോ കൊടുത്തോന്ന്. അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഒപ്പിട്ടാട്ട് അത് ഒരുപാട് ആൾക്കാർ അവകാശം മുതലുണ്ടായില്ല. ഓനക്ക് മാത്രം പറ്റില്ല. കാരണം ഇവർ ഏട്ടനും അഞ്ചന്മാരും പലരും ഒക്കെ ഇപ്പോൾ ഒപ്പിട്ടെങ്കിലാണ് ആ മുതലിൻ്റെ പേരിക്കാവുള്ളൂ. ഇവന് പുറത്ത് വിൽക്കാൻ ഓനക്ക് ഏതായാലും പറ്റണില്ല. കാരണം വെച്ചാൽ ഓനെ ഏതാ വിളവ് ഞാകാരൻ എൻ്റെ പെരടിക്ക് ഇട്ടതാണ്. അപ്പം എൻ്റെ പെരടിക്ക് ഇട്ടപ്പോൾ ഞാൻ ലൈവായിട്ട് നിൽക്കുക. ഒരു മിനിറ്റ്, ഇങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഓന് എനിക്ക് തന്നിക്കാണ്. എനിക്ക് തന്ന എന്താ സംഭവം എന്നറിയാം. ഓനിക്ക് മനസ്സിലായി. എനിക്ക് തന്ന പിന്നെ വേറെ ആൾക്ക് കൊടുക്കാൻ എന്തായാലും പറ്റൂല. കാരണം അതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ നടക്കൂലെന്ന് എനിക്കറിയാം. അങ്ങനെ ഓൻ്റെ പെരടി കെട്ട്
അപ്പം ഞാനിപ്പോൾ എന്തായാലും കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൈസ ഇന്നലെ നാളെ എപ്പോഴേലും കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് വിട്ടുകൊടുക്കുക തന്നെയാണ്. ഓം ശിവസേനക്കാരാണ്, BJPക്കാരാണ്, RSS കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇത്രയും 10-16 കൊല്ലമായിട്ടൊന്നും എന്നെ വേദനിപ്പിക്കുക പിടിക്കുക അതൊന്നും ഓൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ പൈസ എത്ര മേടിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം ഓൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ പൈസ വാങ്ങി തന്ന ഒരാളല്ല ഓന്. ഇപ്പോൾ സംഭവം ഓൻ്റെ പ്രയാസം കൊണ്ട് ഓൻ വലിയ പണക്കാരാണ്. സ്വത്തും മുതലൊക്കെ കോടിക്കണക്കിൽ രൂപ മുതലൊക്കെ ഉണ്ട്. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? കാരണം അത് മുതൽ വിറ്റെങ്കിലല്ലേ അവരെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അതിന് വിൽക്കാൻ പറ്റണില്ല. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ചിലതിപ്പോൾ 1 കോടി 2 കോടി രൂപ മുതലുണ്ടെങ്കിൽ ഒരാൾ എടുക്കാൻ വേണ്ടേ? അത്രയും വലിയ പണം. ഇപ്പം ഞങ്ങളെ ചേകനൂർ എൻ്റെ അമ്മക്ക് 2 ഏക്കർ സ്ഥലം, 2 കോടി രൂപ മുതലുണ്ട്. ആ 2 കോടി രൂപ മുതൽ ഒറ്റയടിക്ക് എടുക്കാനുള്ള ആൾക്കാരില്ല. കുറെ പൈസക്കാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കോടിക്കണക്കിലുള്ള മുതലുള്ളത് അത് എടുക്കാൻ ആൾക്കാർ വേണം. 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെ മുതലാച്ച ആൾക്കാരെ എങ്ങനെയും എടുക്കും, അല്ലെങ്കിൽ 25 ലക്ഷത്തിൻ്റെ മുതലാച്ച് എടുക്കും. ഇത് 2 കോടി റുപ്യൊക്കെ ഒരാളത്ത് നിന്ന് പെട്ടെന്ന് എടുത്താൽ പോലെ അങ്ങനത്തെ നല്ല ഏരിയ സിറ്റി ഏരിയ ആയിരിക്കണം. എന്നാൽ പിന്നെ ഇത് വിറ്റിട്ട് വേറെ ആൾക്ക് മറിച്ചിട്ട് വേഗം ഇത് അതും പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ ഓനും അങ്ങനത്തെയാണ് ഇതിൻ്റെ ഉടമസ്ഥന്. കുറേ കോടിക്കണക്കിലുള്ള സ്വത്തും മുതലെ കൊണ്ട് ഓൻ്റെ ഭാര്യക്കും ഓനക്കൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിക്കൂടെ. അപ്പം അങ്ങനെ വിടാതെ വന്നിട്ട് 50,000 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിക്കൊടുക്കും. കാരണം ഓനിക്കാരാൻ ഞാൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ പലയിടത്തും ചോദിച്ചാൽ കിട്ടുന്നുള്ളൂ. ഇവനും ചോദിച്ചാൽ ഇവർക്ക് കിട്ടണില്ല. കാരണം ഇവൻ ചോദിച്ച സമയത്ത് കൊടുക്കില്ല. എന്നോട് പറയും ഞാൻ 1 ലക്ഷം കാട്ടിക്കാൻ ഞാൻ പലിശ കൊടുത്തോണ്ട് 2 ലക്ഷം മേടിച്ചിട്ട് ഞാൻ പലിശ കൊടുത്തിട്ട് ഇവ 1 റുപ്യ പലിശ അവർക്ക് കൊടുക്കില്ല, ഞാൻ കൊടുക്കുക പലിശയും കാര്യങ്ങളും. അവസാനം 10-18 ലക്ഷം റുപ്യ അവിടെ ഓൻ്റെ കൈ പെട്ടെടുക്കുന്നുണ്ട്. മറ്റേ പെണ്ണുങ്ങളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും വക്കീലും മുഖാന്തരം നോട്ടറി അടിച്ച് സീൽ വെച്ച് ഒക്കെ ചെയ്തിട്ട് നാളെ. പക്ഷെ ഞാനും ഓൻ്റെ കടറ ഉള്ളിലാണുള്ളത്. അങ്ങനെ ഓൻ ഇനി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഓന് കുറച്ച് അരി എണ്ണേണ്ടി വരും. കാരണം വെച്ചാൽ ഞാൻ കടറ ഉള്ളിൽ വീട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ഇടപാട് ചെയ്താൽ പിന്നെ നമ്മളെ ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നേരെ മറിച്ച് വീട്ടിൻ്റെ അകത്ത് വേറെ ഉള്ള ആൾ താമസിക്കുക, എന്നിട്ട് നമ്മൾ പുറത്ത് നമ്മളെന്തായാലും കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ വെള്ളത്തിലാവും. കാരണം അകത്തുള്ളവൻ പറയുകയാണെങ്കിൽ ഞാൻ ഒഴിവാവില്ലാന്ന്. എനിക്ക് നമ്മൾ തമ്മിലൊരു ഇടപാടുണ്ട്, അതൊന്നും ക്ലിയറാക്കി തന്നാലേ ഞാൻ ഒഴിവാവുള്ളൂ. ഒന്ന് മറ്റവനക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ എന്താണ് കടറ ഉള്ളിലാണ്. ഓൻ്റെ കടേൻ്റെ ഇരുന്ന് കച്ചവടം ചെയ്യുക. ഇന്നിപ്പോൾ ഓനായിട്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഓൻ വെക്കാനുള്ള പൈസ അവിടെ വെച്ചിട്ടല്ലാതെ ഓനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ ഞാൻ എത്ര ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്, 18 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇവിടുത്തൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തില്ല. അപ്പം ഞാൻ ഒന്നും എൻ്റെ അക്കൗണ്ടിൽ 1 റുപ്യ ഇല്ല ഇപ്പോൾ. കാരണം ഇപ്പം ഇങ്ങനെ വന്ന് ചോദിക്കും. പിന്നെ എന്താണ് അവിടെ കിടന്നോട്ടെ. കാരണം ഇനി 2 കുട്ടികളെ കെട്ടിക്കാണ്ട് ഓരോരുത്തർ അടുത്തൊന്നും കിട്ടൂല. അപ്പോൾ കടക്കനെ 10-20,000 രൂപ വാടക ഉണ്ട്. ഞാൻ ഇപ്പോൾ വാടക കൊടുക്കലൊക്കെ നിർത്തിക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇവിടെ കൊടുന്നച്ചോന്ന്, എൻ്റെ പൈസ കൊടുന്നച്ചാൽ എനിക്ക് ഞാൻ വാടക തരാം, അല്ലെങ്കിൽ എൻ്റെ ഒന്ന് വാടക കിട്ടൂലായിരുന്നു. ഞാൻ പറഞ്ഞു 1 റുപ്യ കിട്ടില്ല. 18 ലക്ഷം റുപ്യ 14% അല്ല 5%, 3%, 4% വെച്ച് കണക്കൂട്ടിയൊക്കെയാണ് ഇവിടെ 1 ലക്ഷത്തിന് 5,000-6,000 രൂപയൊക്കെയാണ് ആൾക്കാർ 8,000 ഒക്കെയാണ് പലിശ മേടിക്കണത്. ആ സ്ഥാനത്ത് ഞാൻ 18 ലക്ഷം കൊടുത്താൽ എൻ്റെ പൈസ എത്ര ഉണ്ടാവും നോക്കുകയാണെങ്കിൽ നമ്മളെ കച്ചവടത്തിൽ 18 ലക്ഷം റുപ്യ നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ്സിൽ കൊണ്ട് ഇറക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് മാസം 1 ലക്ഷം റുപ്യ മാസം അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ കിട്ടും. അപ്പം ഞാനവിടെ കൊടുത്ത് എന്തായാലും ഓൻ്റെ കച്ചവടത്തിൽ വന്ന് ഓൻ്റെ കടം വന്ന് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ 45 ലക്ഷം റുപ്യ ഇനിയിപ്പോൾ അഥവാ തരികയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 5 ലക്ഷം റുപ്യ വേറെ ചിലവാകും. കാരണം പേലിക്കാക്കാനും രജിസ്റ്ററിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വലിയൊരു എമൗണ്ട് വരും. അങ്ങനെയൊക്കെ ഒരു ജീവിത ചരിത്രങ്ങൾ ഉണ്ടെന്ന് കടന്നുപോയ സംഭവമാണ്. ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എൻ്റെ 45 ലക്ഷത്തിന് കട മേടിച്ച് അതൊക്കെ യഥാർത്ഥ സത്യമാണ്. ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കൂല കേട്ടോ. പക്ഷെ എന്താണ് ഞങ്ങൾക്ക് എൻ്റെ മനസ്സിലുള്ളത്, ഇങ്ങനെ ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞെടുക്കണം. ഈ യൂട്യൂബിലേക്ക് വരുന്നതായിട്ട് മുന്നേ തന്നെ ഞാൻ മാനു ഫ്രണ്ട്സ് പറഞ്ഞ അതിൻ്റെ കാരണം അവരാണ് മാനു ഫ്രണ്ട്സ് പറഞ്ഞ എൻ്റെ ഒരുപാട് കമ്പനിക്കാരുണ്ട് അതിൽ. ഞാൻ അതിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ എല്ലാ മതക്കാരെയും ഞാൻ ഒരൊറ്റ ഗ്രൂപ്പാണ് എനിക്ക്. അപ്പോൾ വേറെ ഒരു ഗ്രൂപ്പും ഇല്ല. ഒരൊറ്റ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരെയും ഞാനതിൽ പിടിച്ചെടുക്കുക. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യനും, എൻ്റെ മരുവനെ, എൻ്റെ കണ്ടുമുട്ടുന്ന ഏതും രാജനും ദാസനും വർഗീസും എല്ലാ മതക്കാരും അതിലുണ്ട്. അതിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു വീഡിയോസ് അതിൽ ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മതപരമായിട്ടുള്ള മറ്റുള്ളവൻ്റെ ഹൃദയം വേദനിക്കണ കാര്യങ്ങൾ ആ വീഡിയോയിൽ ഇടരുതെന്ന്. അങ്ങനെ എല്ലാവരും ഒരുപാട് കൊറോണ മുന്നേ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഞാൻ മാനു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ പാടെ പറഞ്ഞത് എന്നോട് എന്താ അറിയോ, ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു ദിവസം 3 വീഡിയോ 4 വീഡിയോ ഈ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ വിടുമ്പോൾ ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഞങ്ങളെ MB തീരുകയാണ്.
ഞങ്ങളാകെ ഇടങ്ങറാവുകയാണ്, ഞങ്ങളെ മൊബൈൽ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇജ്ജൊരു കാര്യം ചെയ്താൽ മാനോ, ഇജ്ജൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്ക്. എന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആ യൂട്യൂബ് ചാനൽ പോയി തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളെ മൊബൈലിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞങ്ങളെ മൊബൈലിന് അത്ര MB തീരൂല. അത് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അവിടെ സ്റ്റോപ്പാക്കി വെക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് വിടുമ്പോൾ ഞങ്ങളെ മൊബൈൽ ഇങ്ങനെ കറങ്ങി അത് ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ ഞങ്ങളെ MB തീരുകയാണ്. അപ്പോൾ അവരിൻ്റെ കമ്പനിക്കാരും ഇവരൊക്കെ പാടെ കൂട്ടി അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇത് ലോകം മുഴുവനും ജനങ്ങൾ കണ്ടിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാനോ പിടിക്കാനോ അങ്ങനെ അതിന് വേണ്ടി ഉണ്ടാക്കില്ല. എനിക്ക് ഈ വിഷമം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള സ്വഭാവം. അല്ലാതെ ഞാൻ ഒരാളെ വേദനിപ്പിക്കാനോ, ഒരാളെ ചതിക്കാനോ, ഒരാളെ പറ്റിച്ച് തിന്നാനോ, ഒരാളെ ₹1 വാങ്ങി തിന്നാനോ ഒന്നും അല്ല കേട്ടോ. നിങ്ങളാരും എന്നെ കാണാനും വരില്ല, പടച്ചോനെ വിചാരിച്ചാൽ പറഞ്ഞു. കാരണം ഞാൻ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് റൂട്ടുമ്മ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് വളർന്ന ഒരാളാണ്. അയച്ചിട്ട് നിങ്ങൾ ഇന്നാരും അങ്ങനെ വളരെ ഞാൻ എന്താ പറയാനൊരു വാക്കില്ല. നിങ്ങളാരും എന്നെ ഇഷ്ടപ്പെട്ട് വരാൻ പഠിക്കണം. ഞാൻ ആരും എന്നെ ഇഷ്ടപ്പെടണ്ട. ഞാൻ ഈ നമ്മുടെ റോട്ടുമ്പോൾ ഇങ്ങനെ കോണം കെട്ടിയിട്ടും ഒത്തിരി കയറൊക്കെ കെട്ടിയിട്ട് തെങ്ങ് കയറി നടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ഇന്നെ ഇഷ്ടപ്പെടുന്നത്? ഇൻഷാല്ലാ ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും പറയും. നിങ്ങൾ വേണ്ടാത്ത കമൻറ്റൊക്കെ വേണം നിങ്ങൾ എഴുതിക്കൂടെ. നിങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങളെ ഹൃദയത്തിൻ്റെ പേരുകളാണ്. ഇൻഷാല്ലാ ഞാൻ ആരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. എൻ്റെ വണ്ടിയിൽ ഇപ്പം ഇന്ന് ഗണപതിനെ കൊണ്ടുപോകാൻ വിളിച്ചിരിക്കുകയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എല്ലാ പ്രാവശ്യം എപ്പോഴേലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കലുണ്ട്. ഇപ്പം 12 കൊല്ലമായിട്ട് ഈ വണ്ടി 3 വീലായ കാരണേ അതുപോലെ വണ്ടിക്ക് കുറച്ച് ജർക്കിങ്ങൊക്കെ ഉണ്ടാവലുണ്ട്. അതിനുശേഷം അവർ വിളിക്കലില്ല. അപ്പോൾ വേറെ തൊട്ടടുത്തുള്ള ആ വീട്ടുകാർക്ക് ഗണപതിനെ കൊണ്ടുപോകണം, അജ്ജ് വണ്ടിയിട്ട് പോയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വണ്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കാണാൻ ഇവിടെ മഴ ഇല്ല കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇന്ന് 2-ാം തീയതി സമയം 9 മണിയായി. ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഗണപതി കൊണ്ട് വെക്കുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് മഴ കൊണ്ട് പെയ്യുക. മഴ അങ്ങോട്ട് പെയ്തുകൊണ്ട് ഇതാവും. അത് എല്ലാ പ്രാവശ്യവും കാണണം. എൻ്റെ ഈ വണ്ടിയിൽ ഇപ്പോൾ നിങ്ങളെ ഗണപതി കൊണ്ട് കൊടുന്ന് വെക്കുമ്പോൾ ആ ഗണപതിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉള്ള സംഭവമാണ് ഞാൻ ഇല്ലാത്തതല്ല പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകണ പൂരം ചോദിച്ചറിയാം. ഇതിപ്പോൾ നോക്കാമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒന്നും മഴ ഇല്ല കേട്ടോ. എപ്പോഴും പറയുന്നുണ്ട്. ഇനി ഞാൻ ഗണപതി കൊണ്ട് കൊണ്ടുപോകുമ്പോൾ എവിടെ നിന്നാണോ ഈ മഴ വരുന്നത്. അതുപോലെ ഗണപതിനെ അവരിൻ്റെ വണ്ടിക്ക് വെച്ചാലും അതേമാതിരി കൊണ്ടുപോകുമ്പോഴും ഇറക്കുമ്പോഴും ആ മഴ കൊണ്ട് പെയ്യണതാണ്. ഉള്ള സംഭവമാണ്, ഇല്ലാത്തതല്ല. ഓക്കെ. അപ്പം ഞാൻ ഒരു മുസ്ലിമാണ്. നമുക്കെല്ലാവരും ഓക്കെ ശരി. നമ്മളെ വഴി നമ്മൾ നന്നാക്കി വെച്ചാണ്ട് പോയാൽ നമുക്കെല്ലാവരും വേണമെന്നുള്ളവർ തെളിഞ്ഞ് നോക്കാം. ഇപ്പോൾ अभी राजू भाई अभी गणपति लेके मेरा गाड़ी पे गणपति लेके जा रहा ना आज. हाँ बारिश नहीं है ना अभी. अभी गणपति को रखेगा तो मेरा बारिश गिरेगा कि नहीं? हर साल में बारिश अभी मेरा बात सुनो. अभी बारिश नहीं है. अभी मेरा गणपति कुल्लू का गणपति रखेगा तो बारिश गिरता है ना. 1-2 बार ऐसे हुआ था ना, याद है? അതുള്ളതാണ്. കാരണം അതിപ്പോൾ മഴ ഇല്ല. നോയിക്കോളി ഞാൻ അതിൻ്റെ കൂടെ ഇപ്പോൾ 9 മണിയായി. അവൻ പറഞ്ഞിറങ്ങി നാവിടുത്തെ നോണേ പാറിയ നേരം നോക്കിയത് 9 മണിക്കാണ്. ഞാൻ പോയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് കഴുകട്ടെ. ഇനി വേഗം ഭക്ഷണം കഴിക്കട്ടെ. അവർ കാത്തിക്കാണ് ആ വണ്ടിയിട്ട് ഒന്നും കൊടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനപ്പുറത്ത് തന്നെയാണ് ഒക്കെ ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഇപ്പം ഇതിലൊക്കെ പെട്ട ഓൻ്റെ ജ്യേഷ്ഠനാണ്, സുനിലിൻ്റെ ജ്യേഷ്ഠനാണ്. ഇനി എന്തായാലും ഇവിടെ വെക്കട്ടെ. ഓക്കെ, കാണാമല്ലോ. കാണാൻ പോണ പൂരം ചോദിച്ചറിയണ്ട. കണ്ടില്ലേ മഴ പെയ്ത്. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഗണപതിനോട് കണ്ടില്ലേ? अरे राजू भाई बारिश गिरेगा नहीं गणपति का? बोल सही बोल. गिर रहा है ना? ए भाई ओ भाई बारिश गिर रहा है ना? देखा ഇതൊന്നും പറഞ്ഞ ഒരാൾ വിശ്വസിക്കൂല. ഈ ഇവര് പറഞ്ഞാ അറിയോ, ഈ നാവിടുത്തെ നോണേ പറയാണല്ലേ പറഞ്ഞു കേട്ടോക്കി. ഇപ്പോൾ ഞാൻ ആ ഗണപതിനോട് അതിൽ ഇരുത്താൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നതാണ്. കണ്ടില്ലേ? കുട വെച്ച് ആൾക്കാരെ കുടയിട്ട് പോകണേ. ഇവിടെ കാണി ഇതൊക്കെ നിങ്ങൾ. अरे इन लोग को क्या लगता है मालूम है? मोहम्मद झूठ बोलते हैं करके. ഗണപതി കാണിച്ചു കൊടുക്കണ കൊളാക്കണ്ട. ഇങ്ങോട്ടൊക്കെ കാണി അത് എന്തുണ്ടായിന്നറിയോ? എന്നോട് പറഞ്ഞു ഗണപതിനെ എൻ്റെ ഇതിലേക്ക് എൻ്റെ വണ്ടിയായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ തരാറിഞ്ഞു. അങ്ങനെ ഞാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇതൊക്കെ ചാവി ഞാൻ പറഞ്ഞു. ഞാൻ ഒന്ന് ഉണന്ന് അറിയണ്ട. ഞാൻ എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു വണ്ടിയിട്ട് വായു പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചാവി കയ്യിൽ വെച്ചിട്ട് സ്റ്റാർട്ടാക്കാൻ നേരത്ത് അവർ പറഞ്ഞു അവർക്ക് 4 ടയറുള്ള വണ്ടി വന്നിക്കണേ ആ ടാറ്റയുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു താങ്ക് യു, അപ്പോൾ ജറൂർ നെയ്യാറ്. എന്നാലും ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഞാനെൻ്റെ ഇറങ്ങിയ പാടന്നെ
മഴ പെയ്തല്ലോ. അപ്പം ഞാൻ എൻ്റെ കച്ചറൊക്കെ ഇവിടെ വണ്ടിക്കാക്കി. ഉള്ള സംഭവമാണ്. ഇന്ന് 9 ആ താരീഖ് ഇന്ന बेटा 9 तारीख 9 है ना 9 2 तारीख 2/9/2025. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഞാൻ നല്ല ഇറച്ചി വൃത്തിയാക്കി ഇവിടെ. അപ്പോൾ പിന്നെ അവർ വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കച്ചറ കളഞ്ഞ് കച്ചറ നീ കിട്ടി. ഇനിയിപ്പോൾ ഇത് കൊണ്ടിടാൻ നാളെ രാവിലെ കൊണ്ടിടാച്ചില്ല. ഞാൻ പിന്നെ ഗണപതിക്ക് വേണ്ടിയിട്ട് ഇതെവിടെയാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഗണപതി അതാ നിൽക്കണവർ. ഇതുള്ള സംഭവമാണ്. ഇനി ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. മഴ എങ്ങനെ പെയ്യണേ. നേരത്തെ എടുത്ത വീഡിയോയുടെ ടൈം ഞാൻ നേരത്തെ കാണിച്ചു തന്നതാ. ഇപ്പോൾ 9:20 ഈ സംഭവം നടക്കുന്ന മഴ പെയ്ത്. എന്തായാലും കാണിച്ചു വെക്കട്ടെ. വിചാരിക്കും എന്താ അറിയോ, ഈ പഹ നാവിടുത്തെ നുണയെ പറയണം. നുണ എൻ്റെ കടയുടെ ഇവിടുത്തെ ഗണപതിയാണ്. എൻ്റെ കട അവിടെയാണ് കേട്ടില്ല. ഇവിടുത്തെ ഗണപതിയാണ് വരാനുള്ളത്. അതിന് വണ്ടി വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മഴ പെയ്തപ്പോൾ തലമ തൊപ്പി. ഞാൻ ഈ കറുത്ത കവറിടുക. മഴ കൊണ്ട് അപ്പം ജലദോഷം പിടിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ സമാധാനമായി. ഇല്ലെങ്കിൽ അപ്പോൾ അവരെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ പിടിക്കും. കാരണം ആ ഗണപതിനെ നമ്മൾ വണ്ടിയിൽ ഇളകാൻ പാടില്ല. വളരെ പതുക്കെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. വെട്ടും കുഴിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എൻ്റെ വണ്ടി എന്ന് വെച്ചാൽ ഗുഡ്സ് വണ്ടിയോ എൻ്റെ 3 ടയറിൻ്റെ വണ്ടിയല്ലേ, ആപ്പല്ലേ. അപ്പോൾ അതിന് ശബ്ദം കൂടുതലാണ്. ഇവിടെ എന്നുള്ള സൗണ്ട് വരും. മറ്റേ ടാറ്റയുടെ വണ്ടി ആകുമ്പോൾ അത്ര ശബ്ദമൊന്നും ഉണ്ടാവില്ല. വളരെ നോർമലായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, നമുക്ക് പല ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തൊരു കാര്യം വണ്ടി നിർത്താനും പിടിക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവരുടെ ഭാഗത്ത് എനിക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കുക എന്നെ വേദനിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും കാലമായി 15-16 കൊല്ലത്തോളമായി. അപ്പോൾ അവരെന്ത് ചോദിച്ചാലും ഞാൻ തടസ്സം ഇപ്പം ഞാൻ നേരത്തെ വീഡിയോ എടുത്തില്ല. ആ സമയത്ത് മഴ ഉണ്ടായിട്ടില്ല. അപ്പം മഴ നിന്നിട്ടാ. അപ്പോൾ ഞാൻ വണ്ടി കാലിയാക്കി കച്ചറ സൈക്കിൾ വണ്ടിയിലാണ് കച്ചറ കൊണ്ടുവരുന്നത്. കാരണം ഇന്ന് കച്ചറ മൈതാനത്ത് പോയിട്ട് ഇളനീ പറിച്ചിക്കുമ്പോൾ അവിടെ വണ്ടി കയറാൻ പറ്റില്ല. അപ്പോൾ സൈക്കിളായിട്ട് അങ്ങോട്ട് പോയി സൈക്കിൾ അവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് സൈക്കിൾ അവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനതിൻ്റെ വീഡിയോസ് എടുത്ത് മഴ പെയ്തിട്ടില്ല. ഞാൻ ഗണപതിനെ വെക്കുമ്പോൾ മഴ പെയ്യുന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്, കറക്റ്റായിരുന്നു. അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അവിടെ ചെന്ന് ചോദിച്ച് നിങ്ങൾ ഗണപതിനെ വെച്ചോളി, വണ്ടിക്ക് വെച്ചോളി, ഞാൻ വണ്ടിയിട്ട് വരികയെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ വണ്ടി ടാറ്റ വണ്ടി വണ്ടി ഈ വണ്ടി അവർ ഏർപ്പാടാക്കിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മഴയുടെ കറക്റ്റ് ടൈമിന് പെയ്യേണ്ട ടൈമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഉള്ളതല്ല. പക്ഷേ ഞാൻ വേറെ സംഭവം കൂടി പറയണ്ടേ. ഇപ്പോൾ ഏകദേശം ഒരു 3 കൊല്ലം മുന്നേ ഇതേമാതിരി സുനിൽ 2 തവണ എന്നോട് പറഞ്ഞ് ഇവരെ ഗണപതിനെ കൊണ്ടുപോകണം. ഗണപതിയല്ല, ദേവി. ഗണപതി ഇത് ഗണപതിയാണ്. അതിൻ്റെ ശേഷം ഇവരെ ദേവിയാണ്. ചെറിയൊരു പേരൊരു ദൈവമുണ്ട്. അതിനെ കൊണ്ടുവരണോ, എൻ്റെ വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി കഴുകി വൃത്തിയാക്കി നല്ലതിൽ ഞാൻ വണ്ടി വെച്ച്. പിന്നെ അവർ അതിലുള്ള പായൊക്കെ വിരിച്ച് അങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴൊന്നും മഴയില്ല. അന്ന് മഴയില്ലാത്ത സമയമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചേർക്കുണ്ടാവും ഓനാരാ ഓൻ്റെ വരെ വിടലെന്ന്. ഇതൊക്കെ ഉള്ള സംഭവമാണ്. അങ്ങനെ അവിടുന്ന് അവരെ ഗണപതിനെ ദേവിനോട് വെക്കുന്നതിനോട് മുന്നേ നല്ല മഴ, കനത്ത മഴ. അതിൻ്റെ മുന്നൊക്കെ മറ്റുള്ള ഓരോ ദൈവത്തിനെ കൊണ്ടുകൊണ്ട് വരുത്തര്. പക്ഷേ എൻ്റെ വണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല മഴ പെയ്ത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ ഞാൻ അങ്ങനെ നിൽക്കേണ്ടി വന്നേ. ഇവിടെ മഴ കഴിഞ്ഞതിന് ശേഷമാണ് അവരാ ദേവിനെ എൻ്റെ വണ്ടിക്ക് കയറ്റിയത്. അങ്ങനെ പിന്നെ ഇവിടെ കൊടുന്ന് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം 5 ദിവസം എന്തോ ഒരു കണക്കുണ്ട്. നവരാത്രി എന്ന് പറയും, നവരാത്രിൻ്റെ അന്ന്. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയി എന്നോട് പറഞ്ഞ് വണ്ടിയിട്ട് പോയാറ്. ഇപ്പം പൈസ ഒന്നും തരലൊക്കെ ഉണ്ട്, 300, 400, 500 രൂപ. ഞാൻ ആ പൈസക്ക് വേണ്ടി ചെയ്യണമെന്നല്ല കേട്ടോ. ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് പല ഉപകാരമുള്ളതല്ലേ. എന്തൊരു കാര്യങ്ങളും നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഭക്ഷണവും കാര്യങ്ങളും എന്തിനും അത് അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതിനെ ഞാൻ എപ്പോഴും എൻ്റെ വണ്ടിയിട്ട് ഞാൻ പോക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇന്നാൾ പോണ സമയത്ത് അതേമാതിരി അവർ കടലിലേക്ക് ഒഴുക്കാൻ കൊണ്ടുപോകുമ്പോഴും ആ വണ്ടിയാണ് അപ്പോഴും അവിടെ നല്ല കനത്ത മഴ പെയ്ത്. ഇതൊക്കെ ഉള്ള സംഭവം നുണല്ല ഞാൻ പറഞ്ഞിട്ടാ. ഇനി നാളെ ഞാൻ നിങ്ങളൊക്കെ മരിച്ചു പോയാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇവരൊക്കെ നിങ്ങളൊക്കെ പറയണേ ഈ പഴ നാവിടുത്തെ നുണ പറയണമെന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ
നാളെ ഈ പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ അള്ളാൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്ന സമയമുണ്ട്. അവിടെ ചിലപ്പോൾ പടച്ചോൻ പറയും ഈ പഹം പറഞ്ഞത് നുണയാണോ ശരിയാണോ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ എന്താണ് അവർ ഹിന്ദു ഞാൻ മുസ്ലിം. പക്ഷെ ഞാൻ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരെ ദൈവമാണ്, അവരെ ദൈവത്തിനെ നമ്മൾ നല്ല രീതിയിൽ ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ നല്ല രീതിയിൽ കൂടെ കൊണ്ടുപോയി ഇത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വണ്ടി കഴുകി വൃത്തിയാക്കി എല്ലാം നല്ല ക്ലീനായിട്ട്, കാരണം അവർ അത്രയും നല്ല ആരാധിച്ച് നല്ല വൃത്തിയിലാണ് അവരതിനെ ബഹുമാനത്തോടെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ ഭാഗത്ത് നമ്മൾ ഒരു തെറ്റായിട്ടുള്ള വഴി ഉണ്ടാക്കാൻ പാടില്ല. അപ്പം ഞാൻ അതിൻ്റെ വൃത്തിയിൽ കൂടെ, കാരണം ഞാൻ എൻ്റെ അമ്മപ്പെട്ട പേരാണ് എൻ്റെ മുഹമ്മദ് എന്നുള്ളത്, മുഹമ്മദ് റാഫി, മുഹമ്മദ് എന്നുള്ള അള്ളാൻ്റെ റസൂലിൻ്റെ പേരിട്ട ഒരാളാണ്. ഞാൻ പിന്നെ തെറ്റായ വഴി കൂടെ ഞാൻ നീങ്ങലില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ആ നല്ല വഴിക്ക് കൂടെ തന്നെ ഞാൻ പോക്ക്. എൻ്റെ പരിപാടി അതാണ്. ഞാൻ ചെറുപ്പം മുതൽ ജനിച്ച മുതൽ ഈ ബന്ധങ്ങൾ ഈ കണ്ട ലോകത്തുള്ള ജനങ്ങളെ ഇതിൽ കൂടെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ആ വഴി തിരഞ്ഞെടുത്തിട്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ നിസ്കാരവും കാര്യങ്ങളും നല്ല റാഹത്തായിട്ട് റബ്ബുമായിട്ട് അടുത്തും കൊണ്ട് പോകും. അവരെന്തെങ്കിലും ചോദിച്ചാൽ അത് നല്ല രസത്തിൽ കൂടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നല്ല രസത്തിൽ കൂടെ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് എൻ്റെ ജീവിതചരിത്രങ്ങൾ. അങ്ങനെ പലതുണ്ട്. ഇതൊക്കെ പറയാൻ നിന്ന ഒരാൾ വിശ്വസിക്കില്ല. ഇതൊക്കെ അറിയണം, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ പലതും. അങ്ങനെ 2 തവണ അവിടെ മഴ പെയ്ത്. ഇന്നിപ്പോൾ കണ്ടില്ല നിങ്ങൾ മഴ പെയ്ത്. ഞാൻ ആ വീഡിയോ എടുക്കണ മുന്നേ മഴ ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയായിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ കൂടെ ജീവിതത്തിൽ കൂടെ കടന്നത്. അതെന്താ വെച്ചാൽ നമ്മളെ മനസ്സ് ക്ലിയറാക്കി വെച്ചാൽ ഉടച്ചതൊക്കെ കാണുന്നുണ്ട്. എടാ നീ നിൻ്റെ വഴി നന്നാക്കി വെക്കണമെന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ നീ പറയച്ച ഒരുപാടുണ്ട്. ആരൊക്കെ കേൾക്കുക. ഈ ഇവനെ ഇത് പറഞ്ഞാലിങ്ങനെ പിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ആൾക്കാർ 12 ലൈക്കാ തരണേ. 12 ലൈക്ക് കൊണ്ട് എന്താവാനാണ്? റോഡ് മുറിഞ്ഞടക്കട്ടെ. റോഡ് മുറിഞ്ഞടക്കുമ്പോൾ വീഡിയോ എടുത്താൽ ചിലപ്പോൾ 12 18 ലൈക്കാവും. ഞാൻ വെക്കട്ടെ. എൻ്റെ കുട്ടികൾ ബോംബെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം. ഇത് മക്കൾ വരുന്ന സമയത്ത് മാപ്പുറവായി മക്കൾ വരുന്ന സമയത്ത് ഇതൊന്നും കാണില്ല. ഇസ്കാ നാം പോലത്തെ ബല്ലി മലായി. ഇതിൻ്റെ പേര് ബല്ലി മലായി എന്നാട്ടാ. നല്ല മധുരമാണിത്. ബോത് മിഠാന ചിക്ക സൂപ്പർ, നല്ല അടിപൊളി സാധനം. कैमरा बहुत हार्ड है. बहुत आपका बहुत अच्छा क्लैरिटी मारा है, बहुत अच्छा क्लियर मारा आपका वीडियो. ये मोबाइल का नाम तो मेरे को आता नहीं है. अड्डीपोली साधन, सुपर साधन है ये. मेरा बच्चे लोग आएगा तो खिलाने का ही है. आएगा अभी थोड़ा दिन, अभी नहीं 3-4 महीना जाएगा. इंशाल्लाह നമ്മളെ പള്ളിയാണ്. ഞാൻ പള്ളിക്ക് പോയി നിസ്കരിക്കാൻ പോവുകയാണ്. ഇതേതായാലും തിന്നട്ടെ. ഓക്കെ. എന്താ മാനു തമ്മിലുള്ള സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ടല്ലേ. ഞങ്ങൾക്ക് എല്ലാവരും മരണം വരെ എല്ലാവരും നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിച്ച് പോകണം. തെറ്റി പിരിഞ്ഞ് പോകാനൊന്നും പാടില്ല. സ്നേഹം എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ എല്ലാവരായിട്ടും നല്ല മമ്മി ഓക്കെയാണോ ഗണപതി? മാഷാ അല്ലാ. ഓക്കെ. അപ്പോൾ ഗണപതിൻ്റെ അവരെ ദൈവമാണ് കൊണ്ടുപോണത്. ഇതൊക്കെ ഇന്നേറ്റ് പേരെല്ലാവരും നല്ല സ്നേഹത്തിലാണ്. ഇവിടെ മാനു എവിടെ ചെന്നാലും മാനുവിനെ സ്നേഹിക്കുന്നവർ പലരും ഉണ്ട്. ആരും മാനുവിനെ വേറെ തരത്തിൽ കൂടെ കാണും. ഞാൻ എൻ്റെ മനസ്സിൽ എവിടെ ഉണ്ട് പറയാം. എൻ്റെ മനസ്സിൽ ഈ കറിയും പകാറുന്ന സാധനം ഉണ്ടല്ലോ, അത് എവിടെയില്ല. എല്ലാവരോടും പറയും. എനിക്ക് കുഞ്ചും കിബറും വെച്ച് നടക്കുക. അതൊരു ഹിന്ദു, അതൊരു ക്രിസ്ത്യൻ ഒന്നും. ഞാൻ ഈ റോട്ടുമ്മ കിടന്ന് വളർന്ന ഒരാളാണ്. എനിക്ക് ഉമ്മാൻ്റെ സ്നേഹം കിട്ടുന്നില്ല. എപ്പാടെ സ്നേഹം കിട്ടി കുറച്ച് കാലം അത് അഞ്ഞും പൊട്ടിരിക്കണത്. അപ്പം ഞാൻ ഇവരെ കൂടെ നിന്ന് വളർന്ന ഒരാളാണ്. ഞാൻ എല്ലാവരും ചേർത്ത് പിടിക്കണം. അത് ഉള്ളിൽ കാണിക്കാതെ പുറത്ത് കാണിക്കുന്ന സംഭവമല്ല. ഇതിൻ്റെ അകത്തുനിന്ന് വരണമെന്തോ അതാണ് ഞാൻ പുറത്തും കാണിക്കൽ. കാരണം ഇവിടെ കുറച്ച് കാലം ജീവിക്കുള്ളൂ. അത് ഞാൻ കണ്ണുവർക്ക് വന്നപ്പോൾ ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നത്. പിന്നെന്തിനപ്പം ഞാൻ മറ്റുള്ളവർ പലരും ഇന്നെ പഠിപ്പിച്ചെന്നാലൊന്നും ഞാൻ നേരാവില്ല. എൻ്റെ വഴി തിരഞ്ഞെടുത്ത് ഞാൻ നല്ലപോലെ പോകണമാണ്. ഞാൻ ആരും ദ്രോഹിക്കാനോ ഒരാളെ പൈസ വാങ്ങി തിന്നാനൊന്നുമില്ല. എനിക്ക് എല്ലാവരും വേണമെന്നുള്ള ആ ചിന്തയെക്കുറിച്ച് തന്നെ ഇവിടെ എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരാളും എന്നെ വേറെ തരത്തിൽ ഇവിടെ കാണുന്നില്ല. എൻ്റെ ജീവിതചരിത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും പറയുകയാണ്. കാരണം നമ്മളെ അമ്മയും എന്താ പഠിപ്പിച്ചാൽ നിൽക്കണേ, മോനെ ഇത് നിൻ്റെ അള്ളാണ്, ഇത് നിൻ്റെ റസൂലാണെന്ന്.
അതായിട്ട് നീ പൊയ്ക്കോന്ന്, തെറ്റ് ചെയ്യരുത്, 5 നേരം നിസ്കരിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുക, ആരെയും വേദനിപ്പിക്കരുന്ന ഒരു മാതാവ് ഒരു പിതാവ് മകനോട് പറയാണ്. ആ പൊന്നുമോന്റെ അച്ഛനും അമ്മ എന്താ പറഞ്ഞത്? മോനെ ഇത് നിന്റെ ദൈവമാണെന്ന്. ഏത് ഇത് നിന്റെ ദൈവമാണ്, ഇതായിട്ട് നീ പൊയ്ക്കോന്ന് പറഞ്ഞാൽ ഓൻ അതായിട്ട് പോയാൽ മതി. ഓൻ ഇന്ത്യ കൂടി നിൽക്കുക, ഞാൻ ഓൻ്റെ കൂടി നിൽക്കുക. ഇത് 2 ആളോട് മരിച്ചു കഴിഞ്ഞാൽ തുലാസിന്റെ തൂക്കമുണ്ടല്ലോ, അതിൽ 2 ആളും വെക്കത്തിൽ ഏതാ 2 തൂക്കം ഒരുപോലെ എന്നുണ്ടെങ്കിൽ 2 ആളും രക്ഷപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. എനിക്കിത് പറയാൻ നിന്ന മഗ്‌രിബ് വാങ്ങി കൊടുത്ത് ഇപ്പം നിസ്കരിക്കാൻ പോവാണ്. ഞാൻ വേഗം പോട്ടെ. ഇത്രയും ഇന്നത്തെ വീഡിയോ ആണ്. 2/9/2025. പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിന് ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചു വരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിർ എന്ന്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. മൂസാ നബി തങ്ങളവர்கள் ഓതിയ ആയത്തിന്റെ അതിൽ തന്നെയുണ്ട്, സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം.